നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബോണി തോമസ് എഴുതിയ കൊച്ചിക്കാർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു സംഭാഷണ പരമ്പരയുടെ ആദ്യ ഭാഗമാണ്. അതെ. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് ആ പുസ്തകത്തിന്റെ ആമുഖം, പിന്നെ അതിന്റെ ഉപസംഹാരം, അധ്യായം 34. ശരി. പുസ്തകം മൊത്തത്തില് കൊച്ചിയുടെ ആ തൊട്ടറിയാൻ പറ്റാത്ത പൈതൃകം, ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് പറയില്ലേ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ 2 അധ്യായങ്ങളിലൂടെ കൊച്ചി എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രത്യേക തരം ഗ്ലോബൽ മെൽറ്റിംഗ് പോട്ട്, ഒരു സാംസ്കാരിക സംഗമസ്ഥാനമായത്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ശരിക്കും ആ കൊച്ചിക്കാർ എന്ന ഒരു അനുഭവം, അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. തീർച്ചയായും. തുടങ്ങുന്നതിന് മുൻപ് ഈ തൊട്ടറിയാനാവാത്ത പൈതൃകം എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വ്യക്തമാക്കുന്നത് നല്ലതാവും. അതെ അതെ. കാരണം നമ്മൾ പൈതൃകം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പഴയ കെട്ടിടങ്ങള്, കോട്ടകള്, പള്ളികള്, അങ്ങനെയുള്ള കാര്യങ്ങളാവും. ശരിയാണ്. പക്ഷെ ബോണി തോമസ് ഇവിടെ ശരിക്കും ഊന്നൽ നൽകുന്നത് അതല്ല. അതിനപ്പുറം കൊച്ചിയിലെ മനുഷ്യരിൽ ഇപ്പോഴും ജീവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അവരുടെ പാരമ്പര്യങ്ങള്, സംസാരിക്കുന്ന ഭാഷകള്, പലതരം ഭാഷകള്, പിന്നെ തലമുറകളായി കൈമാറി വരുന്ന കഥകള്, പാട്ടുകള്, ആചാരങ്ങള്, ഭക്ഷണരീതികള്. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്രയും വ്യത്യാസങ്ങളുണ്ടായിട്ടും അവിടെ ഒരു ഒരുമയുണ്ട്, ഒരു സഹവർത്തിത്വം. ആ ഒരു സംസ്കാരം, ഇതിനെയാണ് അദ്ദേഹം ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ശരി ശരി. ഈ കെട്ടിടങ്ങളെക്കാളൊക്കെ ഒരുപക്ഷെ മൂല്യമുള്ളത്, അല്ലേ? പക്ഷെ അത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒന്നാണ് ഈ ജീവിക്കുന്ന പാരമ്പര്യങ്ങൾ. അതെ അതെ. ആമുഖത്തിൽ തന്നെ ആ ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ, അതെന്നെ അത്ഭുതപ്പെടുത്തി. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയും കൂടിയുള്ള ഏകദേശം ഒരു 4.5 ചതുരശ്ര കിലോമീറ്റർ, അത്രയുള്ളൂ. അവിടെ 16ൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഏതാണ്ട് 30ൽ കൂടുതൽ വ്യത്യസ്ത സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. അതെ. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊന്നുണ്ടോ, ഇത്ര ചെറിയ ഒരിടത്ത്? സംശയമാണ്. അതെ. ആ കണക്ക് അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയാം. എങ്ങനെയാണ് ഇങ്ങനെയൊരു അസാധാരണമായ ഒത്തുചേരലുണ്ടായത്? അതെ, അതെങ്ങനെ സംഭവിച്ചു? ഉത്തരം കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഒരു പ്രധാന സ്ഥലമായിരുന്നല്ലോ കൊച്ചി. തുറമുഖ നഗരം. അതെ. അറബികൾ വന്നു, ചൈനക്കാർ വന്നു, പിന്നെ യൂറോപ്യന്മാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എല്ലാരും എത്തി. കച്ചവടത്തിന് മാത്രമല്ല, പല സമയങ്ങളിലുമായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്നവർക്കും കൊച്ചിയൊരഭയം കൊടുത്തു. ശരിയാണ്. ജൂതന്മാർ, ഗുജറാത്തികൾ, കശ്മീരികൾ, തമിഴ് ബ്രാഹ്മണർ, അങ്ങനെ പല പല കൂട്ട. അപ്പൊ ഈ വന്നവരൊക്കെ അവരുടെ സംസ്കാരം, ഭാഷ, ആചാരങ്ങൾ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതൊക്കെ ഇവിടുത്തെ രീതികളുമായിട്ട് അങ്ങോട്ട് കൂടിക്കലർന്നു, അല്ലേ? ശരിയാണ്. പക്ഷെ അതൊരു വെറും കൂടിക്കലറൽ മാത്രമായിരുന്നില്ല. അതാണ് രസം. ആമുഖത്തിൽ പറയുന്ന പോലെ ഇവിടെ വന്ന ഓരോ സമൂഹവും അവരുടെ ഒരു തനിമ അത് നിലനിർത്തിക്കൊണ്ടാണ് കൊച്ചിയുടെ ഭാഗമായത്. അതാണ് പ്രധാനം. അവർക്ക് സ്വന്തം ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, സ്വന്തം ഭാഷ സംസാരിക്കാൻ പറ്റി, ആചാരങ്ങൾ പിന്തുടരാൻ പറ്റി. അതിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലോ മട്ടാഞ്ചേരിയിലോ ഒക്കെ ഒരു തെരുവിൽ നിന്ന് അടുത്ത തെരുവിലേക്ക് നടക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയുന്നത്. ശരിയാണ്. ഓരോ മൂലയ്ക്കും ഓരോ ലോകം പോലെ. അതെ. ഭാഷ മാറും, ചിലപ്പോൾ കെട്ടിടങ്ങളുടെ രീതി മാറും, ആൾക്കാരുടെ രൂപം മാറും, ഭക്ഷണം മാറും, എല്ലാം. ഈ പുസ്തകം കൊച്ചിക്കാർ എഴുത്തുകാരൻ ബോണി തോമസിന്റെ 13 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമാണെന്ന് പറയുന്നുണ്ട്. അതെ, 13 വർഷം. അപ്പോ ഈ 30ൽ കൂടുതൽ വരുന്ന സമൂഹങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ടാവും. ഉണ്ടാവണം. ഈ ആമുഖത്തിലും ഉപസംഹാരത്തിലും അദ്ദേഹം എടുത്തു പറയുന്നൊരു വാക്കാണ് സഹവർത്തിത്വം, കോഎക്സിസ്റ്റൻസ്. വെറുതെ ഒരുമിച്ച് താമസിക്കുന്നു എന്നതിനപ്പുറം എന്താണ് അതുകൊണ്ട് പുസ്തകം ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ചെറിയ സ്ഥലം ഇങ്ങനെ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്? അവിടെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഗ്രന്ഥകർത്താവ് കാണിച്ചു തരുന്നത്. കൊച്ചിയിലെ ഈ സഹവർത്തിത്വം എന്നത് വെറുമൊരു ടോളറൻസ്, ഒരു സഹിഷ്ണുത അതല്ല. അതിനപ്പുറം ഒരു പരസ്പരം അംഗീകാരമുണ്ട്, മ്യൂച്വൽ അക്സെപ്റ്റൻസ്. പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരു പങ്കുവെക്കൽ, ഷെയറിംഗ്. ഉപസംഹാരത്തിൽ, അതായത് ചാപ്റ്റർ 34-ൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയുന്നുണ്ടാവും. അവിടെ അദ്ദേഹം കൊച്ചിയുടെ ഒരു തനതായ സാംസ്കാരിക തനിമ, ഒരു കൾച്ചറൽ ഈഥോസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ തനിമയുണ്ടായത്
ഓരോരുത്തരും അവരവരുടെ ലോകത്തൊതുങ്ങിക്കൂടിയതുകൊണ്ടല്ല, മറിച്ച് അവർ തമ്മിൽ നിരന്തരമായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. ആ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിൽ? അത് പല രീതിയിലാവാം. ഒന്ന് ഭാഷയിൽ തന്നെ. മലയാളത്തിലേക്ക് മറ്റ് ഭാഷകളിൽ നിന്ന് വാക്കുകൾ വന്നിട്ടുണ്ടാവാം. ശരിയാണ്. അതുപോലെ തിരിച്ചും. ഇവിടെ സംസാരിക്കുന്ന മറ്റു ഭാഷകളിൽ മലയാളത്തിന്റെ സ്വാധീനവും കാണും. ഉണ്ടാവാം. പിന്നെ ഭക്ഷണം. അത് വളരെ പ്രകടമാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ പാചകരീതിയുണ്ട്. എന്നാലും കൊച്ചിയിലെ ഒരു പൊതുവായ ഭക്ഷണശീലം നോക്കിയാൽ അതിൽ ഈ എല്ലാത്തിൻ്റെയും ഒരു അംശം കാണാം. പിന്നെ ഒരുപക്ഷെ അതിലും പ്രധാനപ്പെട്ടൊരു കാരണം ഇവർ തമ്മിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായൊരു പരസ്പരാശ്രയത്വമായിരിക്കാം. ഇക്കണോമിക് ഇന്റർഡിപെൻഡൻസ്. കച്ചവടം പ്രധാനമായതുകൊണ്ട്. അതെ. കച്ചവട സ്ഥലത്ത് ഓരോ കൂട്ടർക്കും അവരുടേതായ ഒരു പങ്കുണ്ടായിരുന്നു. ഈ ഒരു ആശ്രയത്വം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ഒരാവശ്യം കൂട്ടിയിട്ടുണ്ടാവാം. ശരിയാണ്. അതുപോലെ ഈ പുസ്തകത്തില് ശാശ്വതമായ മൂല്യങ്ങൾ, എൻഡ്യൂറിംഗ് വാല്യൂസ് എന്നൊരു വാക്കും കണ്ടു ഈ സഹവർത്തിത്വത്തിന്. അതിന് ബലം കൊടുത്ത എന്തെങ്കിലും മൂല്യങ്ങളെക്കുറിച്ച് ഉപസംഹാരത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? ഉപസംഹാരം ചാപ്റ്റർ 34 ഒരുപക്ഷെ ഇങ്ങനെ മൂല്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. ഓക്കെ. പക്ഷേ അത് വരച്ചു കാട്ടുന്ന ആ ഒരു ചിത്രം അത് ചില മൂല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായിരിക്കാം? ഒരുപക്ഷെ പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു തുറന്ന മനസ്സ്, മറ്റുള്ളവരുടെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ അതിനെ ബഹുമാനിക്കാനുള്ളൊരു കഴിവ്. അത് പ്രധാനം. പിന്നെ ഒരു പൊതുവായ കൊച്ചിക്കാരൻ എന്നൊരു ഐഡന്റിറ്റിയിൽ അഭിമാനിക്കുമ്പോഴും സ്വന്തം വേരുകൾ മറക്കാതിരിക്കാനുള്ളൊരു ബാലൻസ്. ഇതൊക്കെ ആവാം ആ മൂല്യങ്ങൾ. ശരി. പിന്നെ ഗ്രന്ഥകർത്താവ് പറയുന്നൊരു കാര്യം, ഇതൊന്നും എവിടെയും എഴുതിവെച്ച നിയമങ്ങളല്ല. അല്ല. ഇത് തലമുറകളായിട്ട് അവിടുത്തെ ജീവിതരീതിയുടെ ഭാഗമായിട്ടങ്ങ് വളർന്നു വന്നതാണ്. 13 വർഷത്തെ ഗവേഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആഴം നമുക്ക് ഊഹിക്കാം, അല്ലേ? ഓരോ സമൂഹത്തെയും നേരിട്ട് കണ്ടും സംസാരിച്ചുമൊക്കെ ആവും അദ്ദേഹം. അതെ, തീർച്ചയായും. അതാണ് ഈ പുസ്തകത്തിന് ആധികാരികത കൊടുക്കുന്നത്. ഈ തൊട്ടറിയാനാവാത്ത പൈതൃകം, അതായത് ഈ കഥകളും പാട്ടുകളും ഭാഷയും ഓർമ്മകളുമൊക്കെ, അത് രേഖപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. കെട്ടിടങ്ങൾ നമുക്ക് ചിലപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു തലമുറയുടെ ഓർമ്മ അത് പോയാൽ പോയി. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോ ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത്, ആധുനിക ജീവിത രീതിയുടെ കാലത്ത്. ശരിയാണ്. ഇത്തരം തനതായ പാരമ്പര്യങ്ങൾ, ഭാഷകൾ, അനുഷ്ഠാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോണി തോമസിനെ പോലുള്ളവർ ചെയ്യുന്ന ഈ ശ്രമങ്ങൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് കൊച്ചിയുടെ മാത്രം കഥയല്ല, ലോകം മുഴുവനും ഈ സാംസ്കാരിക വൈവിധ്യം നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ശരിയാണ്. അപ്പൊ അവിടെയാണ് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ പുസ്തകത്തിന്റെ ആമുഖവും ഉപസംഹാരവും വായിക്കുമ്പോൾ കൊച്ചിയുടെ ഈയൊരു സഹവർത്തിത്വ മാതൃകയില്ലേ, ഇത്രയും വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ച ആ ഒരു അനുഭവം, അത് ഇന്നത്തെ ലോകത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം തരുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ കാണുന്നതാണല്ലോ, പലയിടത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. അതെ. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കൊച്ചിയുടെ ഈ അനുഭവം അത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ 2 അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ഈ ആമുഖവും ഉപസംഹാരവും ഒരുമിച്ച് വായിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് അടിവരയിട്ട് പറയുന്നത് ഏതാണ്? കൊച്ചിയെന്ന് പറയുന്നത് വെറും ചരിത്രസ്മാരകങ്ങളുള്ളൊരിടം മാത്രമല്ല. അല്ല. അതിന്റെ യഥാർത്ഥ പൈതൃകം അതവിടുത്തെ മനുഷ്യരിലാണ്, അവരുടെ ആ വൈവിധ്യമാർന്ന എന്നാൽ ഒന്നിച്ചു നിൽക്കുന്ന ജീവിതത്തിലാണ്. ശരി. ഈ തൊട്ടറിയാനാവാത്ത പൈതൃകമാണ് ശരിക്കും കൊച്ചിയുടെ ആത്മാവ്. ഇത്രയധികം സംസ്കാരങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം ഒരുമിച്ച് വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കാൻ പറ്റിയത് തന്നെയാണ് കൊച്ചിയുടെ ഏറ്റവും വലിയൊരു അത്ഭുതം. അതെ. അത് സാധ്യമാക്കിയ ആ സാംസ്കാരിക തനിമ, ആ ശാശ്വതമായ മൂല്യങ്ങൾ, അതൊക്കെ എന്തായിരുന്നു എന്ന് ഈ പുസ്തകം നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നു. വളരെ ശരിയാണ്. അപ്പോൾ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരും. ഈ പുസ്തകം വരച്ചുകാട്ടുന്ന കൊച്ചിയുടെ ആ സഹവർത്തിത്വ മാതൃക, അതിന്റെ വിജയങ്ങൾ, ഒരുപക്ഷെ അതിന് പരിമിതികളും ഉണ്ടാവാം. അതൊക്കെ ലോകത്തിലെ മറ്റു വൈവിധ്യമുള്ള നഗരങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് നൽകുന്നുണ്ടോ? കൊച്ചിയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈയൊരു ചോദ്യം അത് കേൾവിക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് വിടാം, അല്ലേ? തീർച്ചയായും. ആ ചോദ്യം മനസ്സിലിരിക്കട്ടെ. ഇനി ഈ പുസ്തകത്തിലെ മറ്റ് അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ കൊച്ചിയുടെ കൂടുതൽ ഉള്ളറകളിലേക്ക് നമുക്ക് പോകാം. അതെ.
അടുത്ത തവണ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് കൊച്ചിയിലെ വളരെ പഴയ ജൂത അറബ് മുസ്ലിം ബന്ധങ്ങളെക്കുറിച്ചാണ്. അവരുടെ ചരിത്രം, പൈതൃക സ്ഥലങ്ങൾ, അവരുടെയൊക്കെ തനതായ സാംസ്കാരിക സംഭാവനകൾ. ഇതിനെക്കുറിച്ചൊക്കെ കൊച്ചിക്കാർ എന്ന പുസ്തകം എന്താണ് പറയുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ശരി. അപ്പോൾ കൊച്ചിയുടെ ആഴങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ അടുത്ത തവണയും നിങ്ങൾ കൂടെയുണ്ടാവണം. നന്ദി.